കോർപ്പറേഷനിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടെ നിർണായക പ്രതികരണവുമായി മേയർ വി രാജേഷ്. ഈ മാസം 29-ന് കൗൺസിൽ യോഗം നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നും പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അതിനെ ജനാധിപത്യപരമായി തന്നെ നേരിടാൻ BJP തയ്യാറാണ് എന്നതാണ് മേയർ വ്യക്തമാക്കിയിരിക്കുന്നത്. കോർപ്പറേഷനിൽ 5 വർഷത്തേക്കും അതിനുശേഷവും BJP സുരക്ഷിതമായ നിലയിലാണ് എന്നും ഭരണത്തിൽ യാതൊരുവിധ ആശങ്കയുമില്ല എന്നതും ഇവിടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്നലെ ഉണ്ടായ സംഘർഷവും തുടർ സംഭവങ്ങളും സംബന്ധിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സംഘടന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവിടെ സംഘർഷത്തിനിടയിൽ പരിക്കേറ്റ ഡെപ്യൂട്ടി മേയറുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നും കാലിന് പൊട്ടലില്ല എങ്കിലും ഡിസലൊക്കേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നും ചികിത്സയ്ക്ക് ശേഷം രാത്രിയോട് തന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതായും മേയർ അറിയിച്ചു. മേയർ ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കാനാവുന്നതല്ല എന്നും ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നത് പൊതുജനങ്ങൾക്ക് നേരിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കൗൺസിലർമാരല്ലാത്ത പൊതുപ്രവർത്തകർ നഗരസഭാ ഓഫീസിനുള്ളിൽ കയറി സമരം നടത്തുന്നത് അനുവദിക്കാനാകില്ല എന്നും പ്രതിപക്ഷ നേതാക്കളുടെ വിമർശനങ്ങൾക്കും മേയർ ശക്തമായ മറുപടി ഇതിലൂടെ നൽകുകയാണ്. മന്ത്രി വി ശിവൻകുട്ടിയുടെ ആരോപണങ്ങളെ കോമഡി എന്നതാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതേസമയം അറസ്റ്റിലായ കൗൺസിലർ സുഗതന് ജാമ്യം ലഭിക്കുന്നതിനായി തന്നെ കോടതിയെ സമീപിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ നടത്തുന്നതിന് എതിർപ്പില്ല എങ്കിൽ പോലും അക്രമവും സംഘർഷവും അംഗീകരിക്കാനാകില്ല എന്നും ഇന്നലെ ഉണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടികളും കേസുകളും ഉണ്ടാകുമെന്നും മേയർ പറഞ്ഞു. ഇതിനിടെ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ പാളയം മ്യൂസിയം, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരവും ടെൻഡർ നടപ്പാക്കലിലെ അപാകതകളും സംബന്ധിച്ച വിഷയങ്ങളിൽ സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാകുമെന്നും മേയർ അറിയിച്ചു. ഈ പ്രഖ്യാപനവും രാഷ്ട്രീയപരമായി തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ ശക്തമാകുന്നതിനിടെ തന്നെ 29-ന് നടക്കുന്ന കൗൺസിൽ യോഗവും അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട നീക്കങ്ങളും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് ഓഡിറ്റ് വേണമെന്ന് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടു. പദ്ധതികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി തന്നെ സ്മാർട്ട് സിറ്റിയുടെ യോഗവും അടിയന്തരമായി തന്നെ വിളിച്ചു ചേർക്കണമെന്നും ചീഫ് സെക്രട്ടറിയോട് കോർപ്പറേഷൻ ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാലിന്യ നീക്കത്തിൽ കെ മുരളീധരൻ പറഞ്ഞതിന് മറുപടി പറയുന്നില്ല എന്നും പ്രശ്നങ്ങളെ തമാശയാക്കി തന്നെ ഇതിലൂടെ കൊണ്ടുപോകാൻ അത്തരത്തിൽ കമന്റ് അടിക്കാൻ ആകുകയുമില്ല എന്നും നിലവിലെ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് തന്നെ മനുഷ്യസാധ്യമായ എല്ലാം ചെയ്യുന്നുണ്ട് എന്നും പ്രധാന പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ കോൺക്ലേവ് നടത്തുമെന്നതാണ് ഇപ്പോൾ ഇവിടെ മേയർ വി രാജേഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.